ക്രിസ്ത്യാനികൾക്കിടയിലെ ഒരു വെള്ളാപ്പള്ളി നടേശൻ ആവാൻ ശ്രമിക്കുകയാണ് ഒരു ബാവ, കത്തോലിക്ക ബാവ. പുള്ളിക്കാരൻ പറയുന്നത് AD 52 മുതൽ ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട്, ഹിന്ദുക്കൾ ഇന്ത്യയിൽ കുടിയേറി പാർത്തവരാണെന്നാണ്. മറ്റൊരു കള്ളം കൂടി പുള്ളി പറയുന്നുണ്ട്. അത് പറയുന്നത് വിദേശികൾ ആരും ഇവിടെ പാടില്ലെന്ന് RSS പറയുന്നു എന്നാണ്. RSS എവിടെയാണെന്ന് പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. എത്ര തെറ്റാണ് ഇവർ പറയുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ഇന്ന് രണ്ടാമത്, മനുഷ്യൻ്റെ സംസ്കാരത്തിനോ ചരിത്രത്തിനോ വർഷങ്ങളുടെ കണക്ക് പറയാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് എൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 70 വയസ്സാവുന്നു, അല്ലെ 50 വയസ്സായി, 70 വയസ്സായെങ്കിൽ 70 വയസ്സ് വരെ പോലും എനിക്ക് ഓർക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടുകാരോ അച്ഛനോ അമ്മയൊക്കെ പറഞ്ഞു തന്ന് മാക്സിമം ഒരു 100 വർഷത്തിൽ കൂടുതൽ പുറകോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റും. എൻ്റെ ചരിത്രം ഇല്ല. അതുപോലെ തന്നെ ഭാവിയിലേക്ക് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. ഇപ്പോൾ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ട്. അവരിൽ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ, അടുത്ത കൊച്ചുമക്കൾ ആരായിരിക്കും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ചരിത്രത്തെ അങ്ങനെ എന്താ പറയുക, കാലഗണന കൊണ്ട് കുടിച്ചിടാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാവ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളും കുടിയേറി വന്നവരാണ്. അങ്ങനെ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും പരസ്പരം കുടിയേറി വന്നവരാണ്. ഒരു മതമാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രാഗൽഭ്യം ലോകം മുഴുവൻ അന്ന് തന്നെ ക്രിസ്ത്യാനിയാകണ്ടേ? ആലോചിച്ച് നോക്ക്. ക്രൈസ്തവ മാഹാത്മ്യം കൊണ്ടാണ് ക്രിസ്തുമതം വന്നതെങ്കിൽ അന്ന് വേറെ മതം ഉണ്ടായിരിക്കണമല്ലോ. ക്രിസ്തുമതം ആരുമായിട്ടാണ് പോരട്ടത്? എനിക്ക് ഇതിൽ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഈ ക്രൈസ്തവ മഹാത്മ്യം, മുസ്ലിം മഹാത്മ്യം, ഹിന്ദു മഹാത്മ്യം എന്ന് പറയുന്നത്? നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കും. അതാ പറയുന്നത്, എല്ലാ മനുഷ്യരും കുടിയേറിയവരാണ്, എല്ലാവരും കുടിയേറ്റക്കാരാണ് ഇങ്ങനെ പറഞ്ഞ രീതിയിലാണെങ്കിൽ. അപ്പോൾ വേറൊരാളെ കുടിയേറ്റക്കാരെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ മോഹൻ ഭഗവത്തിൻ്റെ അല്ലെങ്കിൽ RSS നിലപാടെടുത്തു എന്നാണ് പറയുന്നത്. ഇന്ന് വരെ ഏതെങ്കിലും പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഈ സമയം വരെ ഞാൻ ഹൈന്ദവ വിശ്വാസിയല്ല. വിശ്വാസി എന്ന മതത്തിൽപ്പെട്ടവനാണ് ഞാൻ. ഈശ്വര വിശ്വാസിയല്ല. അമ്പലങ്ങളിലൊക്കെ പോകുന്ന വളരെ കുറവുള്ള ആളാണ്. പക്ഷേ ഒരു കാര്യം പറയാം, വളരെ നല്ല കാര്യം, ഒരു കാര്യം പറയാം. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ജീവിക്കുന്നതും വളരുന്നതും അവൻ ജീവിക്കുന്ന ജിയോഗ്രാഫിക്കൽ പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഏതെങ്കിലും അമേരിക്കയിലോ യൂറോപ്പിലോ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ പള്ളികളിൽ ആഘോഷത്തിന് പോയ ഇതുപോലത്തെ ഘോഷയാത്ര കാണുമോ? ഇവിടുന്ന് അക്വയർ ചെയ്ത് ബാബയുടെ ആൾക്കാരൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചുകൊണ്ട് പോയതാണ്. ഇന്ത്യയിൽ വന്നിട്ട് പഠിച്ചാൽ വിദേശികൾ ഇന്ത്യയിൽ പാടില്ല, ഇവിടെ പാടില്ല എന്ന് എവിടെയാണ് RSS പറഞ്ഞത്? അതൊരു എല്ലാത്തിനും ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കുക, അതുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ആ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പം വെള്ളാപ്പള്ളി ഒരു വശത്തൂടെ മുസ്ലിം നേരത്തെ ഇവരെ എപ്പോൾ കോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്, കേട്ടും അടുത്തു, ക്ലീശയാണ് സ്ഥിരമായിട്ട്. ഈ MS ഗോൾവാൾക്കറിന്റെ എന്താണ് ഹിന്ദുക്കൾ മറ്റേ ഇന്റേണൽ ത്രെഡ്സ്, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൂറ് ഈ മണ്ണിനോടല്ല കൂറ്, അവരുടെ മതത്തിനോടും ആ മതം പിറന്ന നാടിനോടുമാണ്. ആർക്കൊക്കെ കൂറ്? ക്രിസ്ത്യാനികളുടെ, എല്ലാവരുടെയും അല്ല, ചില ക്രിസ്ത്യാനികളുടെ, ചില മുസൽമാന്മാർക്ക്, ചില കമ്മ്യൂണിസ്റ്റുകാർക്ക്. അങ്ങനെയുള്ള ആളുകൾ എവിടെ പോയാലും പ്രശ്നക്കാരായി തീരും എന്നാണ് അടിസ്ഥാനപരമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ല, അതൊരു മതപരമായ തർക്കത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ. അടിസ്ഥാനപരമായ കൂറ് എന്ന് പറഞ്ഞാൽ, ജനങ്ങളോടാണ് കൂറെങ്കിൽ ഇന്ന വിഭാഗത്തോടൊന്നും പോലും പറയേണ്ട ആവശ്യമില്ല. മനുഷ്യനോടാണ് കൂറെങ്കിൽ, അതെ, മനുഷ്യനോടാണ്. ക്രിസ്ത്യാനിയോടോ മുസ്ലിമിനോ തങ്ങൾ പറഞ്ഞോടോ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് പറയുന്നതിൻ്റെ കാരണം, ഞാൻ നിങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട് എന്നുള്ള ഭാവത്തോടെ വരിക. ഞാൻ നിങ്ങളെക്കാൾ അപ്പർ ക്ലാസ്സിൽപ്പെട്ടതാണ്, ഞാൻ നിങ്ങളെക്കാൾ സംസ്കാര സമ്പന്നനാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, ഗീത പഠിപ്പിക്കാം, ബൈബിൾ പഠിപ്പിക്കാം, ഖുറാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുകയാണ്. അവരിതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭിന്നതയിലാണ്. ഞാനും നിങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ, നിങ്ങളും അദ്ദേഹവും തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ആണ് ഈ ഭിന്നത ഉണ്ടാകുന്നത്. ആ ഭിന്നതയില്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല. എല്ലാവരും ദൈവത്തിൻ്റെ കാര്യം പറയും. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യം മറ്റേ ഒരു ഭയങ്കര പോയിന്റാണ് സാറ് പറഞ്ഞത്. ഭിന്നത ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽപ്പില്ല. ആ ഭിന്നതയാണ് ഇവർ വളർത്താൻ നോക്കുന്നത്, എല്ലാവരും നോക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ കുറേ കൂടെ ഈഴവരുടെ നേതാവാണെങ്കിൽ മുസ്ലിമിനെ അറ്റാക്ക് ചെയ്യണം. മുസ്ലിമിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി ഈഴവർ പോലും ആരുടെ കൂടെ നിൽക്കും? ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കൂടെ CPMൻ്റെ സ്ട്രോങ് കേഡേഴ്സ് വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ നാളെ ഈ റഹീമിനെയും റിയാസിനെയും ഒക്കെ ഇവരെടുത്തിട്ട് ചവിട്ടും. സംശയമുണ്ടോ? ഈ രീതിയിലാണ് CPM മുമ്പോട്ട് പോകുന്നതെങ്കിൽ റിയാസിനെയും റഹീമിനെയും അവരെയൊക്കെ ഷംസീറിനെയൊക്കെ എടുത്തിട്ട് ഇവർ ചവിട്ടും, CPMകാരെ ചവിട്ടും. അത്രയ്ക്ക് മാത്രം സ്പർദ്ധ. വെള്ളാപ്പള്ളി ചെയ്യുന്ന സ്പർദ്ധ പോലെ തന്നെ ഇത്. അതിന് മറുപടി ഇദ്ദേഹം ഒരു വെള്ളാപ്പള്ളിയാകുക ചെയ്യുന്നത്. കത്തോലിക്ക സഭ ഇത്ര ഔന്നത്യമുള്ള യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പിന്തുടരുന്നവർക്ക് ഈ വിമർശനത്തെ മൈൻഡ് ചെയ്യണം. ഇദ്ദേഹം പറയുന്നത്, ക്രിസ്തുവിന് മുമ്പ് 2000 BC ഇറാനിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്ത ആര്യന്മാർ
ബ്രാഹ്മണീയ ആരാധന ഉണ്ടാക്കി കഴിഞ്ഞ് രൂപപ്പെട്ടതാണ് ഹിന്ദുമതം. അപ്പോൾ വേറെ അവിടെയും തർക്കമുണ്ട്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ആര്യനുമില്ല, ഒരു ഹിന്ദുവുമില്ല, എല്ലാവരും ഇറാൻ പ്രദേശത്ത് നിന്ന് വന്നവരാണ്. ഇപ്പോൾ ആര്യൻ ഇൻവേഷനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തർക്കങ്ങൾ വേറെ ഒത്തിരി വരുന്നുണ്ട്. പുതിയ പുതിയ സിന്ധു മഹാസമുദ്രം നമ്മുടെ തമിഴ്നാട്ടിലെ പുതിയ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ സംസ്കാരങ്ങളുടെ തുടർച്ചയായിട്ട് ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ കുടിയേറ്റം എന്ന് പറഞ്ഞ ഒരു വയസ്സത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് പിതാവ് വിശദീകരിച്ച് തന്നായിരുന്നു. ഇങ്ങോട്ട് മാത്രമേ ആൾക്കാരുള്ളൂ. ഇവരാരും തിരിച്ച് ഒരടി പോലും 10 അടി പോലും പുറകോട്ട് പോവുകയില്ല. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അങ്ങോട്ടും പോയിട്ടുണ്ട്. അത് ഇവർ സമ്മതിക്കണം. ഇവിടെ ഉണ്ടായത് ഇവിടെ അന്ന് ആരും ഇവർ വരുമ്പോൾ ഇവിടെ ആരും ഇല്ലേ? ആര്യന്മാരിവിടെ വരുമ്പോൾ ഈ ഭൂമി മുഴുവൻ തരിശായിട്ട് കിടക്കായിരുന്നു. ഇന്ത്യയിലൊരു ജനവിഭാഗം ഇല്ലേ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉത്തരം പറയണം. ഞാനൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇരിക്കും സ്ഥിതി? അന്ന് സിന്ധു ഇതിന്റെ ബാക്കി ഭാഗമാണ്. അന്ന് സിന്ധു നദി സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. അത് ക്രിസ്തുവിന് മുൻപ് 4000 BC ദ്രാവിഡന്മാർ മുഖാന്തരം ഉണ്ടായതാണ്. ദ്രാവിഡന്മാരും ഇവിടുത്തുകാരല്ല. AD 52 മുതൽ പിന്നെ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? AD 52 മുതൽ ഇവിടെ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അത് സംബന്ധിച്ച് ഇവിടെ 82 ജീവിക്കുന്നവരോ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഇവിടെ ഇസ്രായേലിൽ നിന്നുള്ള ക്രിസ്ത്യാനികളില്ല, അറബി രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനികളില്ല. ഈ ഒറിജിനൽ ഉള്ളവരാണ്. മുസ്ലിങ്ങളും അങ്ങനെ തന്നെ. വിദേശികൾ പോകണമെന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. എവിടെയാണ് ഈ വിദേശികൾ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അങ്ങനെ പറഞ്ഞാലല്ലേ കുറേ ക്രിസ്ത്യാനികളെ വിശ്വസിപ്പിക്കാമല്ലോ. അത് RSS ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ BJP ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെ കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത്ര ലിബറലായിട്ടും മറ്റ് മതങ്ങളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോകത്തൊരു രാജ്യമില്ല. ഇത് ഗാന്ധി ഉണ്ടാക്കിയ രാജ്യമാണ്. ഗാന്ധിയുടെ കാഴ്ചപ്പാട് വേറെ. ഇവിടെ വേറെ കാര്യം, ആ അറിവില്ലായ്മയ്ക്ക് ഓശാന പാടുന്ന ഭരണകൂടം ഇവിടെയുള്ളപ്പോൾ ന്യൂനപക്ഷങ്ങൾ തമസ്കരിക്കപ്പെടും. എൻ്റെ ഒരു മനസ്സിലാക്കൽ വെച്ചിട്ട് ഞാൻ പറയാം, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പുല്ലും സംഭവിക്കുന്നില്ല. അവിടെ ഇവിടുന്ന് ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്നല്ലാതെ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പുല്ലും സംഭവിക്കുന്നില്ല. വളരെ സുഖകരമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പുലി വരുന്നേ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ 10 പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ഫിയർസൈസ് ആ പുലി വരുന്നുള്ള പറച്ചിലിൻ്റെ ഭാഗം ഇത്. വെള്ളാപ്പള്ളി അണ്ടച്ചൻ അത് തന്നെയാണ് പറയുന്നത്, ബാബയെ അത് തന്നെയാണ് പറയുന്നത്, വേറെ യോഹന്നാനച്ചൻ അത് തന്നെ പറയും. ഇവിടെ ഹിന്ദുമതത്തിൻ്റെ ഒരു ഏക പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നൊരു അഡ്വാൻറ്റേജ്, ഹിന്ദു മതം സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ പുറത്തൊക്കെ പോയി യുദ്ധം ചെയ്ത രാജാക്കന്മാരുണ്ട്, ചോളന്മാരൊക്കെ ഉണ്ട്, പുറത്ത് പോയിട്ടുണ്ട്, സമുദ്രത്തിനൊക്കെ പോയിട്ടുണ്ട്. ഇവരാരെങ്കിലും ഹിന്ദുമതം സ്ഥാപിക്കാൻ വേണ്ടി ഭഗവത്ഗീതയും പൊക്കി പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്? പ്രധാന കാഷ്ടായിട്ട് ചോദ്യമാണ്. ഇതിവിടെ ഒന്നിനും മൈൻഡ് ചെയ്തിട്ടില്ല. ക്രിസ്ത്യൻസ് ഇവിടെ വന്നത് മൈൻഡ് ചെയ്തിട്ടില്ല, മുസ്ലിം വന്നത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ ജീവിച്ചിരുന്നവർ ഇവരുടെ കൂടെ അവരും ജീവിക്കാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഇത് മതപരമായ ഒരു ചേരിതിരിവിലാണ്. അന്ന് ക്രിസ്ത്യാനി വന്ന് ജീവിച്ചെങ്കിൽ ഇവരുടെ കൂടെയല്ലേ ജീവിക്കണ്ടേ? അന്നുണ്ടോ ക്രിസ്തുമതം ഇവിടെ? 52 വരുമ്പോൾ 52 പേര് ക്രിസ്തുമതം കൊണ്ടല്ലല്ലോ അന്ന് ഇവിടെ ജനിച്ചു വളർന്നതാണ്. അവരെങ്ങനെ ക്രിസ്ത്യാനിയായത്? അപ്പോൾ അതിനു മുമ്പ് വന്നിട്ടുണ്ടാരെങ്കിലും, അല്ലെങ്കിൽ ഇവരുടെ സ്വർഗത്തിൽ നിന്ന് വീണതാണോ ക്രിസ്ത്യാനിയായിട്ടല്ല? അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ ക്രിസ്ത്യൻ മഹാത്മ്യം, മുസ്ലിം മഹാത്മ്യം, ഹിന്ദു മഹാത്മ്യം എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും നല്ലത് മനുഷ്യ മഹാത്മ്യം. ആ മനുഷ്യ മഹാത്മ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രാധാന്യം. അല്ലാതെ ക്രിസ്ത്യൻ മഹാത്മ്യത്തിലും മുസ്ലിം മഹാത്മ്യത്തിലും ഹിന്ദു മഹാത്മ്യത്തിലും മാത്രം ഒഴുതിക്കൂടാതെ ശ്രീനാരായണ ഗുരുവൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആ വലിയ മനുഷ്യന്റെ മഹാത്മ്യത്തിലേക്ക് എത്താനായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ശത്രുക്കളാണ്, ഒരു സംശയമില്ല. നമ്മൾ ആരോടാണ് ഇത് പറയുന്നത്? KS കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന KSൻ്റെ ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ക്രൈസ്തവയില്ല, ഞങ്ങളിലുള്ളത് മാനവരക്തം. ആ പറഞ്ഞ KSൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാരവാഹികളെ ജാതി മതം നോക്കി തീരുമാനിക്കുക. ഇപ്പോൾ അബിൻ വർക്കെ മാറ്റി നിർത്തി, അബിൻ വർക്കെ പർട്ടിക്കുലർ ജാതിയല്ല വേറെ ജാതിയാണെന്ന് പറഞ്ഞ് അങ്ങനെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് ആ രീതിയിലേക്ക് സംഘടനകളെ മാറ്റിയെടുക്കാൻ ഇവിടെ ഇത്തരം സ്പർദ്ധ വളർത്തുന്ന സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ സാധിക്കുന്നു. അത് വേറൊരു വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ഐഡൻറ്റിറ്റി പണ്ട് വർഗമായിരുന്നു ഐഡൻറ്റിറ്റി, വർഗത്തിൻ്റെ തൊഴിലാളി മുതലാളി ഈ വർഗത്തിൻ്റെ പേരിലുള്ള സ്വത്തിൻ്റെ പേരിലുള്ള ഐഡൻറ്റിറ്റി ആയിരുന്നു. ഇന്ന് സത്വത്തിൻ്റെ പേരിലുള്ള ഐഡൻറ്റിറ്റി ആക്കുക. സത്വത്തിൻ്റെ ഐഡൻറ്റിറ്റി, ഈഴവൻ്റെ ഐഡൻറ്റിറ്റി, നായരുടെ ഐഡൻറ്റിറ്റി, ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റി, സുന്നിയുടെ, ഷിയയുടെ, ലത്തീൻ്റെ, ഇതെല്ലാം പറഞ്ഞ് പലതരത്തിൽ വിഭജിച്ച് മനുഷ്യനെ എത്രയെല്ലാം കള്ളികളിലാക്കാമോ ആ കള്ളികളിലാക്കാനുള്ള ശ്രമമാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷം, മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അപകടത്തിലാണോ?
ഒരു അപകടവും ഇല്ല. ഒരപകടവും അവരെക്കാൾ കൂടുതൽ അപകടത്തിൽ ഇവിടുത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങളാണ് എന്നാ ഞാൻ പറയും. ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്, പട്ടിണി അനുഭവിക്കുന്നവരാണ്, ദാരിദ്ര്യം ഇവിടുത്തെ ദളിത് ആദിവാസിയാണ്. അവരുടെ അത്രയും ചൂഷണം ഇവരാരും അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് പക്ഷെ അപ്പോൾ ഈ എന്താണ് ക്രിസ്മസ് കരോളിനെതിരെ ആക്രമണം നടന്നു. അത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ചർച്ച പറഞ്ഞു. കോൺഗ്രസിന്റെ തന്നെ ഭരണത്തിലുള്ള കർണാടകത്തിൽ എന്താ സംഭവിച്ചത്? കർണാടകത്തില് അവിടെ അല്ല, അതിലൊറ്റ ഉത്തരവേ ഉള്ളൂ. ആ വേസ്റ്റ് ഡംപിൽ താമസിക്കുകയായിരുന്ന കുറെ അധികം ആളുകളെ വെള്ളാപ്പള്ളി കൊണ്ടുവന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഹൈന്ദവ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നിരിക്കും. വെള്ളാപ്പള്ളി നടേശനെ പോലെ വൈരം വളർത്താൻ അവിടെ ഉണ്ടായിരിക്കും. അവരുടെ പ്രേരണയിലായിരിക്കും ഇതുണ്ടായിരിക്കുന്നത്. അവരെയൊക്കെ നിലക്ക് നിർത്താൻ പറ്റുന്ന സർക്കാർ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും അനങ്ങിയില്ല. ഇവിടെ വെള്ളാപ്പള്ളിയെ പ്രോത്സാഹിപ്പിക്കുക. നാളെ എന്തെല്ലാം നടക്കുന്നു കണ്ടോ. അല്ല, ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ ഭൂരിപക്ഷങ്ങളായിക്കോട്ടെ, ഇവർ കാണിക്കുന്ന എന്ത് തോന്നിയവാസങ്ങളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, പിന്തുണ നൽകണം. അതിനെതിരെ ഒന്നും മിണ്ടരുത്. ഇങ്ങനെ പറയണം എന്നാണോ പറയുന്നത്? ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നത്. അല്ല, അങ്ങനെ അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ന്യൂനപക്ഷ വിരുദ്ധമാകുമോ? ന്യൂനപക്ഷ വിരുദ്ധമാവും. അങ്ങനെ ഒരു നരേറ്റീവ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇവിടെ തൊഴിലില്ലായ്മ ആരുടെ പ്രശ്നമാണ്? ഈഴവൻ്റെ മാത്രം പ്രശ്നമാണോ? നായരുടെ മാത്രം പ്രശ്നമാണോ? ഹരിജൻ്റെ മാത്രം പ്രശ്നമാണോ? ക്രിസ്ത്യാനിയുടെ പ്രശ്നമാണോ? യാക്കോബക്കാരൻ്റെ പ്രശ്നമാണോ? ഓർത്തഡോക്സുകാരുടെ ആണോ? ഇസ്ലാമിൻ്റെ ആണോ? തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നമല്ലേ. പക്ഷെ അത് മതപരമായി ചിത്രീകരിക്കുമ്പോഴോ ക്രൈസ്തവർക്ക് തൊഴിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സംഭവം മാറി. അത് വേറെ ഇഷ്യൂ ആയി. അവിടെയാണ് വർഗത്തെ മാറ്റി സത്വത്തെ, ജാതിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ അവരാരായാലും ഇന്ത്യ മഹാരാജ്യത്തിന് ഭീഷണി തന്നെയാണ്. എന്തായാലും അവസാനമായിട്ട് ഒന്നും കൂടി ഞാൻ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നത്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ക്രിസ്ത്യൻ മുസ്ലിം മതമാണ്, അതൊരു വാസ്തവമാണ്. അവർ ഇന്ത്യയിൽ അപകടത്തിലാണോ? ഒരു തരത്തിലുള്ള അപകടവുമില്ല. 600 വർഷം ഭരിച്ച മുസ്ലിങ്ങൾ എങ്ങനെ ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയാൻ പറ്റും? 600 വർഷം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചവരാണ് അവർ, ഭൂരിഭാഗം സ്ഥലം മുഗളന്മാർ. അവരൊക്കെ എങ്ങനെ ന്യൂനപക്ഷം അങ്ങനത്തെ ഒരു പരിഗണന അല്ല അവർക്ക് വേണ്ട. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നുണ്ട്, അവരെ സഹായിക്കണം, അത് വേറെ കാര്യം.